ഹായ് കൂട്ടുകാരെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ 56 ക്വസ്റ്റ്യൻസ് ആണ്. സോ പേജ് നമ്പർ 56 4th ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രൂവ് ദാറ്റ് എ നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. നമുക്കറിയാം ഐസോസെലസ് ട്രപ്പീസിയം എന്താണെന്നറിയാം, അതുപോലെ തന്നെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്താണെന്നറിയാം. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നോൺ ഐസോസെലസ്, അതായത് ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് സൈക്ലിക് ആണ്, പക്ഷേ നോൺ ഐസോസെലസ് ട്രപ്പീസിയങ്ങളൊന്നും സൈക്ലിക് ആവുന്നില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു നോൺ ഐസോസെലസ് ട്രപ്പീസിയം, എന്താണ് ഒരു ഐസോസെലസ് ട്രപ്പീസിയം. ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡുകളും ഈക്വലായിട്ട് ഉള്ളതും എന്നാൽ നോൺ പാരലൽ ആയിട്ടുള്ള സൈഡുകളുള്ള രണ്ടെണ്ണവും, അതുപോലെ തന്നെ നോൺ ഈക്വൽ ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള സൈഡുള്ള രണ്ടെണ്ണം. ഓക്കെ, ഇതാണ് എന്താ ഐസോസെലസ് ട്രപ്പീസിയം. ഞാനിത് ഇവിടെ വരച്ചേക്കുവാണ്. ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഈ സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, പക്ഷെ അവരെന്തല്ല, പാരലൽ അല്ല. പക്ഷേ മേലെ കിടക്കുന്ന ഈ രണ്ട് സൈഡുകൾ രണ്ടും പാരലലാണ്, പക്ഷെ അവർ ഈക്വൽ അല്ല. അങ്ങനത്തെ ട്രപ്പീസിയങ്ങളാണ് ഐസോസെലസ് ട്രപ്പീസിയം. ഈ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബേസ് ആംഗിൾസ് കണ്ടോ, ഈ രണ്ട് ബേസ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് എൻ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് മനസ്സിലായി. രണ്ട് ഈക്വൽ സൈഡ്സും എന്നാൽ നോൺ പാരലലും, രണ്ട് പാരലൽ സൈഡ്സും എന്നാൽ നോൺ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സുള്ള 4 സൈഡ്സുള്ള ഒരു ട്രപ്പീസിയാണ് എന്തെന്ന് പറയുന്നത്, ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോൺ ഐസോസെലസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി. നോൺ ഐസോസെലസ് ദേ ഇവിടെ നോക്കി, ഇതാ ഒരു സൈഡ് ഉണ്ട്, രണ്ട് സൈഡ്സ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും, അവരെന്താവില്ല, ഈക്വൽ ആവണം നിർബന്ധമില്ല. എന്നാൽ മറ്റ് രണ്ട് സൈഡുകൾ എന്താവില്ല, പാരലൽ ആവണം നിർബന്ധമില്ല, എന്നാൽ അവർ ഈക്വൽ ആവണമെന്നും നിർബന്ധമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡ്സ് പാരലൽ ആയിട്ടുള്ള ഒരു എന്നാൽ അവർ ഈക്വൽ അല്ലാത്ത ഒരു ക്വാഡ്രിലേറ്ററലാണ് എന്തെന്ന് പറയുന്നത്, നോൺ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്, സൈക്ലിക് ആണ്, എന്നാൽ നോൺ ഐസോസെലസ് സൈക്ലിക് അല്ല എന്നാണ് നമുക്ക്. വാട്ട് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അതായത് എല്ലാ വേർട്ടെക്സസും സർക്കിളിൽ ടച്ച് ചെയ്ത് പോകുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സൈക്ലിക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ വെർട്ടിസസും, അതായത് ഒരു കോർഡിനേറ്റർ ഉണ്ട്, അതിൻ്റെ 4 വെർട്ടിസസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാ വെർട്ടിസസും സർക്കിളിൽ ടച്ച് ചെയ്ത് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, സൈക്ലിക് കോർഡിനേറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് കോർഡിനേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താവരുത്, സപ്ലിമെൻ്ററി ആവരുത്. ഓക്കെ, സോ ഞാനിവിടെ കൺസിഡർ ചെയ്യാണ് ഒരു ക്വാഡ്രിലേറ്ററിൽ കൺസിഡർ ചെയ്യാണ്, ഒരു ഐസോസെലസ് ട്രപ്പീസിയം കൺസിഡർ ചെയ്യാണ് ABCD. ഓക്കെ, ഒരു ഐസോസെലസ് ട്രപ്പീസിയം ABCD. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രപ്പീസിയം ABCDയിൽ AB എന്ന് പറയുന്ന സൈഡ് പാരലലാണ് ആരോട്, CD എന്ന് പറയുന്ന സൈഡോട്. അപ്പം ഞാൻ എഴുതി വെക്കുകയാണ്, ട്രപ്പീസിയം ABCD AB പാരലൽ ടു CD. ഓക്കെ, രണ്ട് സൈഡ്സ് പാരലലാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പാരലൽ സൈഡ്സിൻ്റെ അകത്തുള്ള ആംഗിൾസാണ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഈ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം, 180 കിട്ടണം. അത് റൂളാണ്. അതായത് രണ്ട് പാരലൽ ലൈൻസ് ഇതെങ്ങനെ ഇരിക്കുകയാണ്, അതിനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ലൈൻ വെച്ച് കട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിനകത്തുള്ള ഈ രണ്ട് ആംഗിൾസാണ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് കോ ഇൻറ്റീരിയർ കോ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഈ ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, എപ്പോഴും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. സോ ഞാനിവിടെ എഴുതാൻ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾ എടുക്കുകയാണ്, ആംഗിൾ ഡിയും ആംഗിൾ എയും. ഇത് രണ്ട് ഇൻറ്റീരിയർ ആണല്ലോ. ഈ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 180 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ വേറൊരു ഇൻറ്റീരിയർ ആംഗിൾ ബിയും അതുപോലെ ആംഗിൾ സിയും, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 180 കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി സൈക്ലിക് കോർഡിലേറ്ററിലാണ് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. സപ്പോസ് ഐസോസെലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ സൈക്ലിക് നമുക്ക് എന്തായാലും മറ്റത് നോൺ ഐസോസെലസ് എന്തായിരിക്കും, നോൺ സൈക്ലിക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് സൈക്ലിക് ആണെന്ന് വിചാരിക്കുക, അസ്യൂം സൈക്ലിക് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആംഗിൾ A പ്ലസ് ആംഗിൾ C ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളല്ലേ. നോക്കിക്കേ, ഈ എയും ഈ സിയും എന്താണ്, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ആണ്. ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും. ഓക്കെ, അതേപോലെ വേറൊരു ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് കാണാമല്ലോ, ആംഗിൾ D പ്ലസ് ആംഗിൾ B ഇസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഓക്കെ, സപ്ലിമെൻ്ററി ആണ് നമ്മളങ്ങ് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, ഇക്വേഷൻ 2, ഇക്വേഷൻ 3,
ഇക്വേഷൻ 4. ഓക്കെ, ഇക്വേഷൻ 3യിൽ നിന്ന് എനിക്ക് എഴുതാൻ പറ്റും ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് സി ആണ്. നോക്കിക്കേ, ആംഗിൾ എ ഞാൻ ഈ സീനെ പുറത്തോട്ട് കൊണ്ടുപോയി. ഓക്കെ, സീനെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് സി ആയിട്ട് മാറും. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് സി ആണ്. ഇനി ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ഡി ആന്ന് പറഞ്ഞുകൂടെ നമുക്ക്? കാരണം ഈ ഡീനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? ഈ സാധനം കിട്ടും. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ പ്രകാരം നോക്കിക്കേ, രണ്ട് സൈഡിലും ആംഗിൾ എ അല്ലേ, കോമൺ അല്ലേ, LHS ഈക്വൽ അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 180 മൈനസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ഡി എന്ന് കിട്ടും. ഓക്കെ, 180 മൈനസ് ആംഗിൾ സിയും 180 മൈനസ് ആംഗിൾ ഡി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും 180 ക്യാൻസൽ ചെയ്ത് കളയും. സോ മൈനസ് ആംഗിൾ സി ഈക്വൽ ടു മൈനസ് ആംഗിൾ ഡി. രണ്ട് സൈഡിലും മൈനസും കോമൺ ആണ്, വെട്ടിക്കളയുമ്പോൾ എന്ത് കിട്ടും? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് കിട്ടി. അതായത് ആംഗിൾ സിയും ആംഗിൾ ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതേപോലെ ഞാൻ 2ഉം 4ഉം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഞാൻ 2ഉം ഇതേപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ 2 and 3 കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, 2 and 3 കൺസിഡർ ചെയ്യുന്നതിൽ ഞാൻ ആംഗിൾ സി കണ്ടുപിടിക്കാൻ വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ് നമുക്കറിയാം. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 2 ആയിരുന്നു. ഓക്കെ, ഇതിൽ ഞാൻ സി കണ്ടുപിടിക്കാൻ വേണ്ടി ബീന് എന്ത് ചെയ്യാണ്? ഇപ്പുറത്തോട്ടുണ്ട്. സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ബി ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? ഇക്വേഷൻ നമ്പർ സി വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 3 എടുക്കാമെന്ന് വിചാരിക്കുക. ഇക്വേഷൻ 3 എന്നാലേ രണ്ടിലും സി വരുള്ളേ. ഇക്വേഷൻ നമ്പർ 3 എടുക്കുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. ഇതിൽ സി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എ ആണ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എഴുതാം ആംഗിൾ സി കോമൺ അല്ലേ. സോ ഞാൻ എഴുതി 180 മൈനസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ. 180 കോമൺ ആണ്, ക്യാൻസൽ ചെയ്തു. മൈനസും കോമൺ ആണ്, ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് കിട്ടും. സോ ആ ട്രപ്പീസിയത്തിൻ്റെ ബേസ് ആംഗിൾസ് എന്തായി? ഈക്വലായി. അതുപോലെ തന്നെ നമുക്ക് എന്തും കിട്ടി? മുകളിൽ ആംഗിളും ഈക്വലായി എന്ന് കിട്ടി. ഓക്കെ, സോ വൺസ് ഇൻ എ വൈൽ അതൊരു നമ്മളിപ്പോൾ എന്തായിട്ട് കൺസിഡർ ചെയ്തേ? അതൊരു എന്ത് കോർഡിനേറ്ററിലായി? സൈക്ലിക് കോർഡിനേറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ചെയ്തേ. അങ്ങനെ സൈക്ലിക് കോർഡിനേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ എയും ബിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആംഗിൾ എയും ബിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഒരു ഐസോസിലസ് ട്രപ്പീസി ആയിട്ട് മാറും. അതെന്തല്ല? നോൺ ഐസോസിലസ് ആവില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ആയതുകൊണ്ട് സൈക്ലിക് ആവണമെങ്കിൽ അതിൻ്റെ ബേസ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു സൈക്ലിക് കോർഡിനേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ബേസ് ആംഗിൾസ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് നോൺ ഐസോസിലസ് ആയി കഴിഞ്ഞാൽ ബേസ് ആംഗിൾസ് എന്താവില്ല? ഈക്വൽ ആവില്ല. അങ്ങനെ ബേസ് ആംഗിൾസ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം? സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.